ഹായ് പ്യാരെ വെച്ചോ എല്ലാം മക്കൾ അടിപൊളിയല്ലേ? യെസ്, നമ്മുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും സ്കൂളിലേക്കൊക്കെ എത്തി അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ മുന്നിൽ USS പോലെയുള്ള വലിയ പരീക്ഷകളുടെ ഒക്കെ നടുവിലാണ് എൻ്റെ മക്കളുള്ളത്. അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. എല്ലാവരും സൈലത്തെ ഫോളോ ചെയ്യുക. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. അടിപൊളിയായിട്ടിരിക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് ഇന്ന് അൻസാർ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു പാഠഭാഗത്തിലെ ഒരു ആക്ടിവിറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ സെറ്റല്ലേ? കമോൺ എവരിബഡി, ഓക്കെ അല്ലേ? അല്ലേ, ആ പരീക്ഷയുടെ ആ ഒരു ഹാങ് ഓവറൊക്കെ പോയില്ലേ? സെറ്റാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് USS പോലെയുള്ള പരീക്ഷകൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ വേണം. നിങ്ങൾ അതിനു വേണ്ടി തയ്യാറായി തുടങ്ങിയിട്ടുണ്ട് എന്ന് അനസാറിന് അറിയാം. അപ്പോൾ നമ്മുടെ USSൻ്റെ ബാച്ചൊക്കെ ഉണ്ട്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന. അപ്പോൾ അവഞ്ചേഴ്സ് ബാച്ചിലൊക്കെ നമ്മുടെ പുതിയ അവഞ്ചേഴ്സ് ബാച്ചിൻ്റെ അഡ്മിഷനൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് മക്കൾ പുതുതായൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു ജോയിനിങ് മുമ്പ് ഉറപ്പ് വരുത്തുക. നിങ്ങളോടൊപ്പം അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ ഒരു യൂണിറ്റ് ആണ്, മൂന്നാമത്തെ യൂണിറ്റ്. ഈ യൂണിറ്റിന്റെ പേരെന്താണ് എൻ്റെ മക്കളെ നോക്കിക്കേ അല്ലെ? മുസ്കാൻ എന്നാണ് ആ യൂണിറ്റിന്റെ പേര്. മുസ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഞ്ചിരിയാണ് അല്ലേ? ആ പുഞ്ചിരിയാണോ അല്ലേ? അതന്നെ പുഞ്ചിരി. പുഞ്ചിരിക്കാൻ ഇഷ്ടമില്ലാത്തത് ആരാ? അടിപൊളിയായിട്ട് ഈ പാഠഭാഗമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇതിലെ ലൈവുകളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അൻസാർ വരുന്നതാണ്, നിങ്ങൾ പേടിക്കേണ്ട, സെറ്റാക്കും നമ്മൾ. അപ്പോൾ പുഞ്ചിരി അല്ലേ? മനോഹരമായിട്ട് പുഞ്ചിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങളൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട് എപ്പോഴും പുഞ്ചിരിച്ച് തന്നെ നിൽക്കണം എന്നുള്ളതാണ് അൻസാറിന് പറയാനുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ നോക്കിക്കേ, ഈ പുഞ്ചിരി എന്നുള്ള പാഠഭാഗത്തിലെ ആദ്യത്തെ അല്ലെ യൂണിറ്റിലെ പുഞ്ചിരി എന്നുള്ള മനോഹരമായിട്ടുള്ള യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമാണ് ബാരിഷ് കെ ബാദ്, അഥവാ മഴയ്ക്ക് ശേഷം അല്ലേ? മഴയ്ക്ക് ശേഷം അല്ലേ? മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൻ്റെ. അപ്പം മഴ വരുമ്പോൾ നമുക്ക് ഒരുപാട് 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 സന്തോഷമാണ് അല്ലേ? മഴയത്ത് ഇറങ്ങി നടക്കാനും മഴയത്ത് കളിക്കാനും അല്ലേ? മഴയത്ത് മറ്റുള്ളവൻ്റെ നമ്മുടെ സുഹൃത്തിൻ്റെ ദേഹത്തേക്ക് വെള്ളം തെറിപ്പിക്കാനും ഇത്തരത്തിലുള്ള ഒരുപാട് ഓർമ്മകൾ നമുക്ക് മഴയുമായി ബന്ധപ്പെട്ടുണ്ട് അല്ലേ? അതുപോലെയുള്ള നിങ്ങളെപ്പോലുള്ള രണ്ട് കഥാപാത്രങ്ങൾ ഇതിലുണ്ട്, ഗുഡുവും ഗുഡലിയും അല്ലേ? അവർ രണ്ടുപേരും മഴയത്ത്, അതായത് മഴയ്ക്ക് ശേഷം ഉല്ലസിച്ച് ഇങ്ങനെ നടക്കുകയാണ് അല്ലേ? അതുമായി ബന്ധപ്പെട്ട കനകശശിയുടെ മനോഹരമായിട്ടുള്ള ഒരു കഹാനിയാണ്. സെറ്റായിട്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ലൈവിൽ സെറ്റാക്കും അത്. അപ്പോൾ എൻ്റെ മക്കളൊന്നും പേടിക്കണ്ട. അപ്പോൾ ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗത്തിലെ ചോദ്യം നമുക്ക് നോക്കാം. പത്തേക്ക് നാവ് പലട്നെ പർ ക്യാ ഹുവ അല്ലെ? ഇല കൊണ്ടുണ്ടാക്കിയ വള്ളം, നാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോണിയാണ്. ഈ തോണി പലട്നെ പർ അല്ലെ? മറിഞ്ഞപ്പോൾ അല്ലെ? ഇല കൊണ്ടുണ്ടാക്കിയ തോണി മറിഞ്ഞപ്പോൾ അല്ലെ? പലട്നെ പർ നമുക്കറിയാം, മറിഞ്ഞപ്പോൾ. ക്യാ ഹുവ, ക്യാ ഹുവ അല്ലെ? എന്ത് പറ്റി? മറിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് അല്ലെ? എന്താണ് സംഭവിച്ചത്? എന്തായിട്ടുണ്ടാവും സംഭവിച്ചിട്ടുണ്ടാകുക? അതെന്ത് ചെയ്യണം? ജോഡ് കർലിഗേ, എന്താ സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് കോളത്തിലാക്കിയിട്ട് നമ്മൾ ശരിയായിട്ട് എഴുതണം. അപ്പോൾ ആദ്യത്തെ കോളത്തെ നമ്മൾ A എന്നും രണ്ടാമത്തെ കോളത്തെ B എന്നും നമുക്ക് വിളിക്കാം. വിളിച്ചൂടെ? വിളിക്കണല്ലോ. അങ്ങനെയാണെങ്കിൽ ചീണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഉറുമ്പാണ്. ലാൽ കാല കീട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവപ്പും അതേപോലെ കറുപ്പും ചേർന്ന ഒരു കീടയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണിയാണ്. പിന്നെ എന്തുണ്ട്? ഗുഡ് ഓർ ഗുഡലി, നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സാണ് ഈ ബാരിഷ് കെ ബാദ് എന്നുള്ള ഗുഡുവും ഗുഡലിയും. കേച്ചുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? മണ്ണിരയാണ്. ഖേൻചുവ എന്ന് പറഞ്ഞാൽ മണ്ണിരയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള 4 ആളുകളുണ്ട്. ഈ 4 ആളുകളെ നമ്മുടെ ഗുഡുവും ഗുഡലിയും കൂടി അവരുണ്ടാക്കിയ ഇല കൊണ്ടുണ്ടാക്കിയ ഒരു തോണിയിൽ കയറ്റിയ ആളുകളാണ് ഇവരൊക്കെ. ആര്? ഗുഡുവും ഗുഡലിയും കൂടി ഒഴിച്ചാൽ ബാക്കി ലാൽ കാലാക്കീട, ചീണ്ട, കേഞ്ചുവ, പിന്നെ ഒരാളും കൂടി ഉണ്ട്, എന്ത്? മേണ്ടക്ക്. ഈ 4 ആളുകളെയാണ് അവരുണ്ടാക്കിയ വള്ളം അഥവാ തോണിയുടെ സഞ്ചാരികളായിട്ട് അവരെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, എന്തൊക്കെയാണ് ഈ 4 ആളുകൾ എന്തായി പോയത് എന്നുള്ളതൊക്കെ നമ്മൾ B കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഒന്നാമത്തെ? പത്തേക്ക് നാവ് കെ നീച്ചെ ദിഖായി പടാ, അതായത് ഇല കൊണ്ടുണ്ടാക്കിയ നാവ്, തോണിയുടെ നീച്ചെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറകിൽ അല്ലേ? പിറകിൽ എന്ത് ചെയ്തു? അല്ലെങ്കിൽ താഴെ. നീച്ചെ എന്ന് പറഞ്ഞാൽ താഴെ എന്ത് ചെയ്തു? കാണപ്പെട്ടു. നീച്ചെ എന്ന് പറഞ്ഞാൽ താഴെയാണ്. താഴെ എന്ത് ചെയ്തു? ഈ ഇല കൊണ്ടുണ്ടാക്കിയ വള്ളത്തിൽ ആരെ കാണപ്പെട്ടു?
ആരെയാണ് കാണപ്പെട്ടത്? ദിഖായി പട കാണപ്പെട്ടു, പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള. അപ്പൊ ഇല കൊണ്ടുണ്ടാക്കിയ വെള്ളത്തിന്റെ നീച്ചെ താഴെ, ഊപ്പർ എന്ന് പറഞ്ഞാൽ മുകളിലാണ്, അപ്പൊ നീച്ചെ എന്ന് പറഞ്ഞാൽ എന്താ? താഴെയാണ്, താഴെയായിട്ട് എന്ത് ചെയ്തുടാ? കാണപ്പെട്ടു. അത് ഒന്നാമതായിട്ട് തന്നെ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും ഇതിൽ ആരാണ് അത് എന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത് നോക്കിയേ, പാനീമേ തൈർക്കർ ടഹനീപ്പർ ആകയാ. പാനീമേ അല്ലെ, ആ വെള്ളത്തിൽ തൈർക്കർ, വെള്ളത്തിലൂടെ തൈർക്കർ എന്ന് പറഞ്ഞാൽ നീന്തിയിട്ട് അല്ലെ, വെള്ളത്തിൽ നിന്ന് നീന്തി അല്ലെ, തൈർക്കർ എന്ന് പറഞ്ഞാൽ നീന്തുക, നീന്തിയിട്ട് എന്താ ചെയ്തിട്ടുണ്ടായത്? ടെഹനീപ്പർ ആകയാ, എവിടെ എത്തി? ആ കൊമ്പിലെത്തി അല്ലെങ്കിൽ ശാഖയിലെത്തി. അങ്ങനെ ഒരാൾ ഇതിലുണ്ട്, അങ്ങനെ ഇതായി വന്നത്. ഇനി നോക്കേ, പാനിക്ക് അന്തർ ചലാകയാ അല്ലെ, ആ വെള്ളത്തിൽ പാനിക്ക് അന്തർ, വെള്ളത്തിന്റെ അന്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ, ചലാകയാ അല്ലെ, ഉള്ളിലേക്ക് പോയി, വെള്ളത്തിനുള്ളിലേക്ക് പോയി അല്ലെ. ഇനി നോക്കിയാൽ അടുത്തത്, ഉൾട്ടി ബഹ്തി നാവ് കെ പീച്ചെ ഭാഗേ അല്ലെ, ഉൾട്ടി ബഹ്തി മറിഞ്ഞൊഴുകുന്ന അല്ലെ, മറിഞ്ഞൊഴുകുന്ന നാവ് കെ പീച്ചെ, ആ തോണിയുടെ പീച്ചെ പിറകിൽ എന്ത് ചെയ്തു? ആ പിറകിൽ അല്ലെ, പിന്നാലെ അല്ലെങ്കിൽ പിറകിൽ ഭാഗെ ഓടി. അപ്പൊ ഇത് നാലും ഏതാണ് എന്നുള്ളത് നമുക്ക് ഇനി സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഉറുമ്പ് എന്താ ചെയ്തത്? പാനീമേ തൈർക്കർ ആ ടഹ്നിപ്പർ ആകയാ, വെള്ളത്തിലൂടെ നീന്തിയിട്ട് എന്ത് ചെയ്യാണ്? ഒരു ശാഖയിൽ അല്ലെങ്കിൽ ഒരു കൊമ്പിൽ എന്ത് ചെയ്തു? നീന്തി ഒരു കൊമ്പിലെത്തി അല്ലെങ്കിൽ ഒരു ശാഖയിലെത്തി. അപ്പൊ ഒന്ന് രണ്ടാമത്തേതാണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ലാൽ കാലാക്കിയുടെ രണ്ടാമത്തെ ചുവപ്പും കറുപ്പുള്ള പ്രാണി എന്താ ചെയ്തത്? ആ പത്തേക്ക് നാവ് കെ നീച്ച് അല്ലേ, അതായത് ആ നമ്മുടെ ഇല കൊണ്ടുണ്ടാക്കിയ നാവ് കെ നീച്ച്, വള്ളത്തിന്റെ പിന്നാലെ, ദിഖായി പട പറഞ്ഞാൽ ആ ഇല കൊണ്ടുണ്ടാക്കിയ തോണിയുടെ നീച്ചെ താഴെ കാണപ്പെട്ടു. അത് രണ്ടാമത്താണ്. ഒന്നാമത്താണ്. ഇനി നോക്കിയ, ഗുഡ്ഡു ഓർ ഗുഡ്ഡലി ഉൾട്ടി ബഹ്തി നാവ് കെ പീച്ചെ ഭാഗേ, അതായത് മറിഞ്ഞൊഴുകുന്ന വെള്ളത്തിന്റെ പിന്നാലെ പിറകിലൂടെ അവർ ഓടി. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്തു? സെറ്റായിട്ട് കിട്ടി. ഇനി കേഞ്ചുവ മണ്ണിരെന്തായത്? പാനിക്ക് അന്തർ ചലാകയ, ആ കേഞ്ചുവ എന്ത് ചെയ്തു? മണ്ണിരെന്തായി? വെള്ളത്തിന്റെ ഉള്ളിൽ അല്ലെ, ഉള്ളിൽ വെള്ളത്തിന്റെ അകത്തേക്കായിട്ട് പോയി. ഇതാണ് നമ്മുടെ ആ പത്തേക്ക് നാവ് പലട്നെ, ഈ വള്ളത്തിന്റെ, അതായത് ഇല കൊണ്ടുണ്ടാക്കിയ വള്ളം മറിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ ഒരു നമ്മൾ ശരിയായിട്ട് നമ്മൾ യോജിപ്പിച്ചത്. അപ്പൊ ഇത് യോജിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് ആ കഥയൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നാണ് സാറിന് മനസ്സിലായി. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യും? ഇതേപോലുള്ളൊരു ചോദ്യം 4 മാർക്കിന് നമ്മളോട് എന്ത് ചെയ്തേക്കാം? ചോദിച്ചേക്കാം. അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഇതെൻ്റെ മക്കൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. എളുപ്പമല്ലേ? വളരെ ലളിതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള മാർക്കുകളൊക്കെ നമുക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. സെറ്റാണോ? സെറ്റാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് കമൻറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യണത് മാത്രമല്ല, USS എഴുതുന്ന എത്ര മക്കളുണ്ട് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് പരീക്ഷയിൽ കിട്ടിയ മാർക്കൊക്കെ നിങ്ങൾ കഴിഞ്ഞ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. സാർ അതൊക്കെ കണ്ടിട്ടുണ്ട്, സെറ്റാണ് നിങ്ങൾ. അപ്പോൾ ഇനി നിങ്ങളുടെ മുന്നിൽ USS എന്നുള്ള പരീക്ഷ എന്നുള്ള ലക്ഷ്യം വേണം. മാത്രമല്ല ഹാഫ് ഇയർലി പരീക്ഷയും നിങ്ങളുടെ മുന്നിലുണ്ട്. ഹാഫ് ഇയർലി പരീക്ഷ അടിപൊളിയായിട്ട് നമ്മൾ എഴുതണം. അപ്പോൾ സൈലത്തെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. നിങ്ങളെ അനസ്താറും ഫോളോ ചെയ്യും. അപ്പോൾ നിങ്ങൾ അനസ്താർ എങ്ങനെ ഫോളോ ചെയ്യുക? നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോഴാണ് അനസ്താറിന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഓക്കെ. അതേപോലെ നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൻ്റെ ജോയിനിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിന് 50% ഓഫറിൻ്റെ അവസാന ഡേറ്റ് നാളെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കിയിട്ട് അതിലൊക്കെ ജോയിൻ ചെയ്യുക, സെറ്റ് ആക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അഗ്ലാ വീഡിയോ മേ അനസ് സാർ ഫിർ മിലേഗാ. സബ്കാ बहुत बहुत शुक्रिया. बाय बाय.